ടേസ്റ്റി മുരിങ്ങയിലക്കറി ഓർ ഡ്രം സ്റ്റിക്ക് ലീവ്സ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം കുറച്ച് മുരിങ്ങയില പിക്ക് ചെയ്തുകൊണ്ട് വരാം. ഇത് മതി കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്ത് ഇല മാത്രം അതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കണം. തണ്ട് കളയണം കേട്ടോ. ഇല മാത്രം ഇതേപോലെ പിക്ക് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് അരയ്ക്കാനുള്ളത് കടുക് വറക്കാൻ കടുക് മുളകൊക്കെ എടുത്ത് വെച്ചു. നെയ്യിലാട്ടോ കടുക് വറക്കുന്നത്. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇല ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം ഈ അരപ്പ് നമുക്കിത് ഇതേപോലെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. ശേഷം പാനിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇലയൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി വരുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ. എന്നിട്ടത് മാറ്റി വെച്ച ശേഷം ഒരു സോസ് പാൻ എടുത്ത് അരച്ച് വെച്ച അരപ്പും ഒരു 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് തിളച്ച് വരട്ടെ കേട്ടോ. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് വഴറ്റി വെച്ച ഇല അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് സാൾട്ടും ഇട്ട് നന്നായിട്ട് ഇളക്കി 7 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കണ്ടത് തിളച്ച് മുരിങ്ങയിലയുടെ ജ്യൂസൊക്കെ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും വെള്ളം വേണം കേട്ടോ. ഒത്തിരി വെള്ളം കുറഞ്ഞു പോവില്ല, ഒത്തിരി വെള്ളം കൂടുകയും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് നെയ്യിൽ കടുക് വറക്കാം. കടുകും മുളകും കറി ലീഫും ഒക്കെ ഇട്ട് നെയ്യിൽ കടുക് വറുത്ത് അതോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മുരിങ്ങയിലക്കറി റെഡി. നെയ്യിലൊക്കെ കടുക് വറുക്കുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഹെൽത്തി റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.